ഇനി ഭാഷയുടെ ഉത്സവമാണ്, മാതൃഭാഷയുടെ ഉത്സവം. മലയാളം മിഷന്റെ മുഖമാസിക പൂക്കാലം ദെഡ് മാഗസിന്റെ അച്ചടി പതിപ്പ് മലയാളത്തിന്റെ പ്രിയ കവിക്ക് നൽകിക്കൊണ്ടാണ് ആദരണീയ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മലയാളം മിഷന്റെ മാതൃഭാഷാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹത്തെയും ടീച്ചറെയും ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യും. തിരുവനന്തപുരത്ത് VJT ഹാളിലായിരുന്നു പരിപാടി. സർക്കാർ പരിപാടിയാകുമ്പോൾ സ്ഥലം MLA ആണ് അധ്യക്ഷത വഹിക്കേണ്ടത്. അത് VS ശിവകുമാറാണ്. അറിയാമല്ലോ, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, തനി തിരുവനന്തപുരം കോൺഗ്രസ്സുകാരൻ. എന്തായിരുന്നാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പരിപാടി സുഗതമായ ടീച്ചറൊക്കെ ഇരിക്കുന്ന ഒരു വേദി ഒരു നിലവിളക്ക് കൊടുത്തി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നു എന്നുള്ള മലയാളത്തിൻ്റെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് അങ്ങനെ വേണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു. സ്വാഗത പ്രാസംഗികയോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമ്മുടെ മഹത്തായ സാംസ്കാരികമായ പൈതൃകവും നമ്മുടേതായ പാരമ്പര്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് മലയാള ഭാഷയുടെ പ്രചരണത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം. തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യം നിലനിർത്തുന്നതിന് ഒരു ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ്. എന്നാൽ നമ്മുടെ ഉദ്ഘാടകന് ഭദ്രദീപത്തെക്കുറിച്ച് വേറെയാണ് അഭിപ്രായം. അത് അദ്ദേഹം മുൻപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിലവിളക്കൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. അത് സാധാരണ നിലക്ക് നമ്മൾ പല ചടങ്ങുകൾക്കും ഈ നിലവിളക്ക് കൊളുത്താറുണ്ട്. അതിലൊന്നും എത്ര ഗൗരവമായിട്ടുള്ള വിഷയങ്ങളില്ല. ഒരു പ്രശ്നമാണ് അതിൻ്റെ അകത്ത് കാണേണ്ടത്. ഒരു സർക്കാർ ചടങ്ങ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതചിഹ്നത്തിൻ്റെ ഭാഗമാകാൻ പാടില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ നിലവിളക്കിനെയും നിലവിളക്ക് കൊളുത്തലിനെയൊന്നും ആ തരത്തിൽ മാത്രം പരിഗണിക്കാൻ കഴിയുന്നതും അങ്ങനെയൊന്നും പിണറായി സഖാവ് ഇതേവരെ പരിഗണിച്ചിട്ടുമില്ല. വിളക്കുണ്ടെങ്കിൽ അദ്ദേഹം കൊളുത്തിയിട്ടുമുണ്ട്. എന്നാലും നിലവിളക്ക് വിരുദ്ധ തീവ്രവാദികൾ മന്ത്രിസഭയിൽ വേറെയുണ്ട് കേട്ടോ. ഇതൊക്കെ പഴഞ്ചനും ഫ്യൂഡലിസ്റ്റിക്കുമായിട്ടുള്ളതാണ്. ഗവൺമെൻറ് പരിപാടികളിൽ യാതൊരു പ്രാർത്ഥനയും പാടില്ല. കാരണം ഭരണഘടനയ്ക്ക് ജാതിയില്ല, മതമില്ല. ഗവൺമെൻറ് പരിപാടി ഒരു മതത്തിൻ്റെ ഒരു പാട്ടും പാടിക്കൂടാ. നിലവിളക്ക് കൊളുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്. കാരണം ഒരു വിളക്കും കൊളുത്തേണ്ട കാര്യമില്ല ഗവൺമെൻറ് പരിപാടിയിൽ. കൊളുത്തുന്നതുകൊണ്ട് ഞാൻ എന്തിനും 3 വിളക്ക് കൊളുത്തും, അതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോയാൽ അയാളുടെ തോളക്കയറാൻ ചെല്ലരുത്. ഭരണഘടന പറയുന്നുണ്ട് വിളക്ക് കൊളുത്തണമെന്ന്. ഒരു കോളേജ്, ഗവൺമെൻറ് കോളേജ് ഉദ്ഘാടനം ചെയ്യാണ്. ഗവൺമെൻറ് പ്രോഗ്രാമാണ്. ഗവൺമെൻറ്റിന് ജാതിയില്ല, ഗവൺമെൻറ് മതമില്ല, ഗവൺമെൻറ്റിന് പ്രത്യേക ലൈറ്റൊന്നുമില്ല. നിങ്ങൾക്ക് നിലവിളക്ക് കൊളുത്താം, മെഴുകുതിരി കൊളുത്താം, കൊടുത്താതിരിക്കാം. ഏതായാലും സുധാകരൻ മന്ത്രിയെ ക്ഷണിക്കാതിരുന്നതുകൊണ്ട് മാതൃഭാഷാ ദിനത്തിൻ്റെ ഉദ്ഘാടനം ഒരുവിധം കുഴപ്പമില്ലാതെ നടന്നു കിട്ടി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ MLAക്ക് മറുപടി കൊടുത്ത് ആകെപ്പാടെ കോലാഹലമാകുമായിരുന്നു. ഏതായാലും ചടങ്ങിലേക്ക് വരാം. ഒരു യോഗം ചേർന്നപ്പോൾ ഒരു സെക്രട്ടറി സംസാരിക്കാൻ തുടങ്ങിയത് ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയേണ്ടി വന്നു മലയാളത്തിൽ സംസാരിക്കണം. അപ്പോൾ അവർക്കത് വലിയ ക്ഷീണമായി. മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. കാരണം മലയാളത്തിൽ സംസാരിച്ചാലല്ലേ സംസാരിക്കാനുള്ള കഴിവ് അവർക്കാവും. അവർ മലയാളത്തിൽ പറഞ്ഞയാളല്ല, മലയാളിയല്ല. സ്വാഭാവികമായിട്ടും വിഷമമുണ്ടാകും. പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം മലയാളം പഠിച്ച് പറഞ്ഞ് ശീലിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ടാവും. നമ്മുടെ എല്ലാ സംസാരങ്ങളിൽ പല വ്യത്യാസങ്ങളില്ലേ. കേരളത്തിൻ്റെ തന്നെ എല്ലാവരും ഒരേ രീതിയിൽ സംസാരിക്കുന്നവരാണ്. പല സ്വരങ്ങളല്ലേ നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ. അപ്പോൾ സംസാരിക്കുക എന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അവർക്ക് വലിയ ക്ഷീണമായി, വല്ലാത്ത ഒരു പ്രയാസമൊക്കെ ഉണ്ടായി. മലയാളം ഭരണഭാഷയാക്കാൻ പിണറായി വിജയൻ ഒന്നും ചെയ്തില്ല എന്നിനി ആരും പറഞ്ഞു നടക്കരുത്. ഇപ്പോൾ വേറൊരു പ്രത്യേകത വന്നിട്ടുണ്ട്. നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ അവരറിയാതെ തന്നെ ചെയ്യുന്നൊരു നല്ല കാര്യമുണ്ട്. നല്ല കാര്യം ചെയ്യാൻ വലിയ പ്രയാസമാണ് അവർക്ക്.
എന്നാൽ അറിയാതെ ചെയ്യുന്ന ഒരു നല്ല കാര്യം എല്ലാ വീടുകളിലേക്കും എത്തുകയാണല്ലോ. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളി കുടുംബങ്ങൾ, അവിടങ്ങളിൽ ഈ ചാനൽ വെക്കുമ്പോൾ മലയാളവുമായി പരിചയപ്പെടാൻ കുട്ടികൾക്ക് കഴിയുകയാണ്. കൂടുതൽ പരിചയപ്പെടാനും അങ്ങനെ മലയാളത്തോടൊരു താല്പര്യം വളർന്നു വരാനും കുട്ടികൾക്ക് ഇടവരുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ചെയ്താലും നമ്മുടെ മുഖ്യമന്ത്രി അംഗീകരിക്കുമെന്ന് മനസ്സിലായല്ലോ. ഇതേ നാണയത്തിൽ ദൃശ്യമാധ്യമങ്ങൾ തിരിച്ചു കൊടുക്കണം എന്ന് മാത്രമേ അദ്ദേഹം ആഗ്രഹിക്കുന്നുള്ളൂ.